ജോമൻ നമ്മുടെ വീഡിയോ கிருமி போஜனம்னா இது ஒரு மாதிரி ஸ்லோ டெத். ரத்தம் உறிஞ்சிற பூச்சிகளை விட்டு கடிக்க வைக்கிறது. ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പക്ഷെ നമ്മൾ വന്നു ഗൈസ്, നമ്മൾ വ്ലോഗ് എടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഈ നമ്മള് വേറെ റൂമില് ബാത്ത് ഡപ്പ് ഉണ്ട്. ഒന്ന് ബാത്ത് ഡപ്പ് കണ്ടിട്ട് അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞില്ല. അറൗണ്ട് ഒരു 12 മണി വരെ നമ്മൾ ഈ ഹൈ റേഞ്ച് ഫുള്ളും കയറി വന്നിട്ട് ഞാനാണ് കളർ അടിച്ചു കൊടുത്തത്. ഫുൾ ക്രെഡിറ്റ് എനിക്കാണ്. ഉറക്കം പോലും ഇല്ലാതെ 12:30 വരെ ഇരുന്നാണ് ഈ കളർ അടിച്ചു വിട്ടത്. മച്ചാന്റെ നമ്മളെ ചെറുക്കന്മാര് പോവുകയാണ്. ഹലോ, എല്ലാവർക്കും DDSന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. നമ്മൾ മൂന്നാർ വാഗമൺ ഒരു ട്രിപ്പാണ്. നമ്മൾ ഫാമിലി ബേസ് ആയിട്ടാണ്. വ്ളോഗ് എടുക്കണമെന്നുണ്ട്, വ്ളോഗ് സെറ്റാക്കി എടുക്കണമെന്നുണ്ട്. നമ്മൾ റെഡി ആയിട്ട് വരാം. റെഡി നമ്മുടെ DDMSന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ റെഡിയായി സെറ്റ് ആയിരിക്കുകയാണ്. കുറച്ച് ഡ്രസ്സ് എടുത്തോണ്ട് ഞാനിപ്പോൾ ഇവിടെ ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അമ്മ വന്ന് കൊല്ലും. ബാക്കി സാധനങ്ങൾ എടുക്കാം. നമ്മുടെ ബാഗ് റെഡിയാണ്. ബാഗ് റെഡി. ജാക്കറ്റ് കൂട്ടാൻ്റെ ജാക്കറ്റാണ്. ടൂർ കഴിഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ചെറുക്കാൻ പറഞ്ഞു. ചെറുക്കാൻ വന്ന് ഓക്കെ ആക്കാം. പോടാ ഒരു 10 അയ്യോ ഇല്ല, ഒരു മിനിറ്റ്. ലൂയി പോട്ടാ. ലൂയെ കണ്ടിട്ട് പറഞ്ഞു. ലൂയി മക്കളെ പോണ് പോട്ടാ. ടാറ്റ. സമയം പിടിച്ചാ. ഓക്കെ, ബൈ ഹോം. യാത്ര ചെയ്തിരിക്കുകയായി ഗൈസ്. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ശലോമി, നമ്മൾ വാഗമൺ. നമ്മൾ ഞാനും മക്കു അടങ്ങുന്ന ചെറിയൊരു കുടുംബം അങ്ങനെ യാത്രയാകുകയാണ്. നമ്മൾ ഇങ്ങനെ ഒരു യാത്ര നിങ്ങൾ പ്രതീക്ഷ കാണൂല. ഇനി അങ്ങോട്ട് കാണാം. അങ്ങോട്ട് ബൈ. ഗൈസ്, അങ്ങനെ നമ്മുടെ സ്ഥലമെത്തി, വീടെത്തി, റൂമെത്തി. ഇവിടെ കിടന്ന് അലപ്പ് കിടന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇവിടെ ചുമ്മാ ചന്ത പിള്ളേര് കിടന്ന് അലക്കുന്നുണ്ട്. ചന്ത കിടന്ന്
കുറെ നേരം ഇവിടെ കിടന്ന് അലക്കുന്നുണ്ട്. അതേപോലെ ഷാനോമി നമ്മളെ കൂടെ ഇവിടെ ചേരുന്നുണ്ട്. ഷാനോമി അടിമാലിയിൽ എത്തിയിട്ട് എന്താണ് നിന്റെ അഭിപ്രായം? അടിമാലിയിൽ നല്ല തണുപ്പുണ്ട്. എവിടെ തണുപ്പ്? ഇവർക്ക് இவங்கிட்ட போய் நான் என்னத்த பேசுவேன் எனக்கு எண்டே கிடையாதுடா என்னோட அடுத்த எய்ம் நயன்தாரா വയ്യ ഗൈസ്, ഇവിടെ ഭയങ്കര ക്ഷീണമാണ് ഗൈസ്. അതുകൊണ്ട് ആളുകളൊക്കെ വന്ന് നല്ല ഒട്ടകപ്പക്ഷി. എനിക്ക് വയ്യ. ഇവിടെ എന്താ ഒരു മൂകത പോലെ. നമുക്കിവിടെ ഗ്യാസ് ഇല്ല. അപ്പുറത്തെ റൂമിലൊക്കെ എ സി ഉണ്ട്, TV. നമ്മളെ പറ്റിച്ച് നമ്മളെ ഒരുമാതിരിയുള്ള റൂമായി പോയി. കുഴപ്പമില്ല, നമ്മൾ ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ അഖില ദിയസ്? അതാണ് ജനൽ അടച്ചു ഗൈസ്. നമ്മള് വേറെ റൂമില് ബാത്ത് ഡപ്പ് ഉണ്ട്. ഒന്ന് ബാത്ത് ഡപ്പ് കണ്ടിട്ട് വരാം. ബാത്ത് ഡപ്പ് എവിടെയാണ് അലക്സയുടെ റൂം? കമോൺ അലക്സ, നമ്മൾ ബാത്ത് ഡപ്പിൽ പോയിട്ട് വന്നു. ചപ്പാത്ത് ജോമോന്റെ റൂമിൽ ബാത്തിടപ്പുണ്ട്. ബാത്തിടപ്പ് എവിടെ? അങ്ങ് വീഴണം. ഇതെന്ത് കൊട്ടാരോ അവിടെ? ഗൈസ്, രാവിലെയായി നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടുത്തെ നല്ലൊരു വ്യൂ കാണിച്ചു തരാം. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ കിഡ്സൺ സ്പോട്ട്, നല്ല തണുപ്പ്, നല്ല വ്യൂ കാണിച്ചു തരാം. ഗൈസ്, ബസ് സ്റ്റാൻഡ്, അതേപോലെ നോക്കി നല്ല മഞ്ഞ്, കൂടമഞ്ഞ്. ഓഹോ, താഴ്വരയ്ക്ക് അവിടെ നോക്കാം, അങ്ങോട്ട് നോക്കാം ഗൈസ്. എന്തൊരു വ്യൂ ആണ് ഗൈസ്. ഇതാണ് നമ്മളെ സ്പോട്ട്. ഒപ്പോ തണുക്കണ്. ശരിയാ, നല്ല വ്യൂ. ഇതൊക്കെയാണ് വ്യൂസ് എന്ന് പറയണത്. വീട് വെക്കണമെങ്കിൽ ഇവിടെ തന്നെ വീട് വെക്കണം. അലക്സാളിയാ പോണ ചാട് കളയടാ. പറയാ പഠിച്ചവിടെ പാട്ടിട്ട് ഉറക്കമില്ല. ഓക്കെ, ബൈ. അഖിലാബിയസ് രാവിലെ ഓരോ റൂമുകളിൽ കയറി ഓരോരുത്തരെ വിളിച്ചെടുത്തിരിക്കുന്ന സീനാണ് ഇപ്പൊ നടക്കുന്നത്. ബോക്സ് ഇറങ്ങിക്കൊണ്ട് എല്ലാരും ഓരോ റൂമിലേക്ക് കയറാണ്. ഓരോ റൂമിൽ ഓരോരുത്തരെ പുറത്തിറക്കുകയാണ്. ഇപ്പൊ ഇനി ആരാണ് ബലി ആവണം പോണെന്ന് കാണാം.
ഈ തണുപ്പത്ത് നിനക്ക് ചൂടാണ്. ഭയങ്കര ചൂടാളിയാ, ഒരു രക്ഷയില്ല. ചൂടണ്ട, വേർത്ത് കുളിച്ചാണ്ട ഞാൻ. വേർത്ത് കുളിച്ചാനുണ്ടോ? വേർത്ത് കുളിച്ചിരിക്കണുണ്ടോ? കൊള്ളാം. സംഭവം കാണിച്ചു തരാം ചെറുക്കെ. പുതിയ സൂപ്പർ സ്റ്റേ വൈനൽ ഇങ്ക് ലിപ് കളർ മേബ്ലിൻ ന്യൂയോർക്കിൽ നിന്ന് അത് മലയാളടാ, അത് കുന്ന് കുന്ന്. അടിമാലി ബിനു അടിമാലി എവിടെയാണ് ചെയ്യടാ വീട്? ബിനു അടിമാലിയുടെ വീട് എവിടെയും ചെയ്യടാ? എത്ര ആരെന്ന് മനസ്സിലായത്? ഫോട്ടോ എടുത്ത് കൊടുക്കാന്. അപ്പോ രക്ഷകളിയാ. അങ്ങനെ നമ്മൾ അടിമാലി ബാക്കി പറ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. മലയൊക്കെ കാണുന്നുണ്ട്. ഞാനത് പറയാൻ പോലും പറ്റില്ല. വായുവേന വായു. എല്ലാരും ഇതിനെ ഒന്ന് മുടിച്ചു വിടുന്നു. ചെറുക്കത്തി ഓണാണ്, ഫുൾ ഓണാണ്. ചില്ല് ചില്ല്. ഇതാണ് ഹൈലൈറ്റ്. ഇതാണ് ജസ്റ്റ് ഡു ഇറ്റ്. മുറാസിക് സ്റ്റൈൽ. ഇതാണ് നമ്മുടെ മുറാസിക് ഓണർ. ജസ്റ്റ് ഡു ഇറ്റ്. ഫോട്ടോ എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് சும்மா ஏதோ ஒரு பணக்காரனா வாழ்ந்துட்டு செத்தவனோட வாழ்க்கை இருக்கும். ஒரு வாழ்க்கை வரலாறா வாழ்க்கை. വലത് മൊഴിയാടാ. ഉറക്കം എണീക്കണുള്ളൂ ഗൈസ്. ചെറുക്കന്മാരിപ്പോ ഉറക്കം എണീക്കണുള്ളൂ. അതുകൊണ്ട് ഒരാളുകൊണ്ട് ചീരയും തുണിയൊന്നും ഇല്ലേ ഗൈസ്? ഇതെന്തിനാണ് ബ്രോ? തുടങ്ങിയിട്ടുള്ളൂ. അനുഭവായി പറഞ്ഞ നല്ല വ്യൂ ആണല്ലേ. അങ്ങോട്ട് നോക്ക. ആ മാമന്മാരെ കണ്ടോ? ഇവിടെ അങ്ങൊന്നും കാണാൻ പറ്റാത്ത മാമന്മാരെ. ഇവിടെ വന്ന് മാമന്മാരെ കാണാൻ വേണ്ടി ഗൈസ് തോർത്തെടുത്ത് ഇപ്പഴും നടക്കുകയാണ്. പാഷൻ ഇതൊക്കെ ഒരു ട്രെൻഡായി മാറി ഇപ്പോ ഗൈസ്. നമ്മളിവിടെ വന്നപ്പോ ഒരു പാമ്പ് ചത്ത് കിടക്കുന്നു ഗൈസ്. ഇവള് കടിച്ചു തുപ്പിയെന്നാണ് പറയുന്നത്. എന്തോ പറയാൻ വന്നു, പക്ഷെ വായില് വന്നില്ല. 60 പൂർത്തിയായ 60ആയി. അളിയ ചെലവിടളിയാ, അളിയ ചെലവിടളിയാ. ചെലവിടളിയാ. ഒഴിഞ്ഞു മാറണ്ട. പപ്പയ്ക്കും അമ്മയ്ക്കും രവിയും കൂടെയാണ് പൈസ കൊടുത്തത്, പേര് പറഞ്ഞത്. അപ്പോഴാണ് പപ്പയ്ക്ക് ഇത് ലീവില്ലെന്ന് അങ്ങനെ എന്തിനാ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ വരില്ല, പപ്പ വരുവായിരുന്നു. അതല്ല, ഞാൻ ഇപ്പൊ ഒരു ടൂറിന് പോയതേ ഉള്ളൂ. എവിടെ? വിളയില. നാരങ്ങ വിളയില് ബാത്റൂം ഇല്ലാത്തോണ്ട് വിളയിൽ പോയി. കൊടൈക്കനാലിൽ പോയിട്ട് വന്നത്. കൊടൈക്കനാൽ നീ ഇവിടെ പോയ? ഗുണ കേവില് പോയി. പൈസ. അങ്ങനെ നമ്മൾ റീഡിംഗ് റൂമിൽ വന്നിരിക്കുകയാണ്. ഒരു ബുക്ക് പോലും ഇല്ല ഇവിടെ. പിന്നെ എന്തിനാ റീഡിംഗ് റൂമിൽ വന്ന് നമ്മൾ ഗത്ത് കാണിക്കുകയാണ് ഗൈസ്. രാവിലെ എണീച്ച് ചായ. എങ്ങനെയുണ്ട് ചായ? ബാക്കി അങ്ങോട്ട് ഫുഡൊക്കെ അടിക്കാനകത്താണ്. ഇപ്പം ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് ചില്ലടിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി പുറത്ത് വന്ന് ചായ കുടിച്ച് റെഡിയായി.
നമ്മളെല്ലാരും റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നേരെ പോകുന്നത് എവിടെയായിട്ടാണ്? മൂന്നാറിലേക്ക് പോവുകയാണ്. ഓവറായില്ല ഗൈസ്. അപ്പൊ നമ്മള് നേരെ മൂന്നാറിൽ നിന്ന് നേരെ വാഗമണ്ണിൽ നിന്ന് നേരെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തു. ഇനി അടുത്ത് പോയി നമ്മൾ മൂന്നാർ കണ്ടിട്ട് തിരിച്ചു വന്ന് പിന്നെയും ലോഗിൻ ആവും. അപ്പോ നമ്മൾ ഇനി മൂന്നാർ പോയിട്ട് കാണാം. കുറെ നേരം മൂന്നാർ പോയിട്ട് ചുമ്മാ പറയുന്നതാണ്. നമ്മളിപ്പോ മൂന്നാറാണ് നിൽക്കുന്നത്. ഇത് അടിമാലിയാണ്. അടിമാലി നിൽക്കുന്നു. നമ്മൾ നേരെ മൂന്നാറിലോട്ട് പോയിട്ട് കാണാം. ഓക്കെ. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത, നിങ്ങൾ ആരും ചിന്തിക്കാത്ത അത്രയ്ക്കുള്ള പവർ അണ്ണനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എല്ലാരും അടിച്ചു കയറി ബാ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയണത്, മൂന്നാർ വന്ന അടിച്ചു കയറി വരണം. മണി അടിച്ചു കയറി ബാ. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. നമ്മളിപ്പോ എവിടെ അളിയാ? നമ്മളൊരു സ്ഥലം കുണ്ടല ഡാം. നമ്മൾ അങ്ങനെ കുറെ നാൾക്ക് ശേഷം പുറത്ത് കുണ്ടള ഡാം, ജോമോന് ഇഷ്ടമുള്ള സ്ഥലം കുണ്ടള ഡാമിലേക്ക് വന്നിരിക്കുകയാണ്. നീ ഓക്കെ പറയാതിരിക്കാൻ വയ്യ. നമ്മളിവിടെ വന്ന് കണ്ട കാഴ്ച എന്ന് പറയണത്, വാ ശാലു കാണിച്ചു വിടുക. ഇവിടെ കണ്ടത് വറ്റിക്കിടക്കണ കുണ്ടള ഡാമല്ല, വറ്റിക്കിടക്കണ ഡാം. കാണുന്ന പോലെ തന്നെയാണ്. ഭയങ്കരമായിട്ട് വറ്റി വരണ്ട് കിടക്കുകയാണ്. ഇത്ര മഴ പെയ്തിട്ട് നമ്മുടെ ഭൂമിയിൽ ഏക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ കുണ്ടള ഡാം. നിങ്ങൾക്കത് നേരിൽ കാണാവുന്നതാണ്. എന്തിനെന്ന് പറഞ്ഞ ചിരിച്ചുകൂടെ അല്ലെങ്കിൽ കരയൂ. നമ്മള് ആകാശ് മണി നമ്മളോട് ചേരുന്നുണ്ട്. ആകാശ് മണിയുടെ അടുത്ത് ചോദിക്കാം. ആകാശ് മണി, എന്താണ് ഇവിടുത്തെ അവസ്ഥ? ആകാശവാണിക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മള് പലതും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മള് കുണ്ടല ഡാമിലാണ് എത്തിയിരിക്കുന്നത്. കുണ്ടല ഡാമില് വെള്ളമില്ല. അപ്പൊ നമ്മള് വെറുതെ നിന്ന് സൈറ്റ് സീൻ കാണുന്ന അലക്സേട്ടനുണ്ട് നമ്മളെ കൂടെ. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ശരണുണ്ട്, ആനക്കുട്ടിയുണ്ട്, ജബി ബാലൻ, പിന്നെ ദേവ്, മീനു, എല്ലാവരും ഉണ്ട് നമ്മളെ കൂടെ. പിന്നെ അത് നേരത്തെ കണ്ടു. സഡൻ സർപ്രൈസ്. ഇനി എന്റെ അലക്സേട്ടന്, ഇത് എന്റെ അലക്സേട്ടനാണ്. അലക്സേട്ടൻ കാട്ടാക്കട സ്വദേശിയാണ്. അതെ, കാട്ടാക്കടയിലെ മെയിൻ ആളാണ്. കാട്ടാക്കട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അലക്സേട്ടൻ എല്ലാ പ്രശ്നങ്ങൾക്കും. മീനു മീനുവേ, അത് കടിച്ചു തരും. വാന്തു പാവോടാ. ഇവിടെ ഒരു തേങ്ങയില്ല ഗൈസ്. രാവിലെ എണീച്ച് ഇവിടെ വന്ന് നമ്മളിങ്ങനെ ഷോക്ക് അറൗണ്ട് ഒരു 12 മണി വരെ നമ്മൾ ഈ ഹൈ റേഞ്ച് ഫുള്ളും കയറി വന്നിട്ട് എറൗണ്ടിന്റെ സ്പെല്ലിംഗ് പറ. എറൗണ്ടിന്റെ സ്പെല്ലിംഗ് AROUND. എറൗണ്ടാ. നീ വാ. ഓക്കേ. നീ ഇവന്തിരി കാണിക്കണേ? അതല്ല അവളും പറഞ്ഞ. നീ കളിയാക്കണാടാ. പൈനാപ്പിൾ പെണ്ണ് ചോക്ലേറ്റ് പീസ് പ്രേമിച്ച് വളയ്ക്കാതെ. ഇവന്തിരി ചെയ്ത പിന്നെ. ഓ ഹലോ, इधर क्या सीन क्या है? मैं मैम हेल्प करो. उधर क्या है? उधर क्या है? മലയാളിയാ? ഏ മലയാളി എവിടെ പോയാലും മലയാളികളുണ്ടല്ലോ ഈ നാട്ടില്. അതാണ് ഒരു ഇത്. വീട് എവിടെയാണ്? എന്റെ വീട് തിരുവനന്തപുരത്താണ്. നമ്മളും തിരുവനന്തപുരത്താണ്. നേറ്റിക്കര. നമ്മളും നേറ്റിക്കര. പാറശാല, ലാമട്ടുകട. എന്റെ വീടും ലാമട്ടുകട. അപ്പൊ നമ്മള് അടുത്തടുത്ത് അടുത്തടുത്തായിരിക്കും. അയൽവാസികളായിട്ടും തിരിച്ചറിഞ്ഞില്ല. മതാമ ഇതുകൊണ്ട് അനിയത്തി കുട്ടിയാണോ? അനിയത്തി കുട്ടി, മതാമയുടെ അനിയത്തി കുട്ടി. ഇവിടെ
വലിയ രസമൊന്നുമില്ല. മൂന്നാറ് വരണമെന്നുള്ളത് ഈ സമയത്തൊന്നും വരണ്ടേ, ഞാൻ എസ്പെഷ്യലി പറയാണ്, ഈ സമയത്തൊന്നും വരണ്ടേ. വന്ന് കയറി കൊടുക്കല് കൊട്ട വെയിൽ, ഒരു സ്ഥലവും ഇല്ല, ഒരു കാണാൻ ഒരു ചന്തവും ഇല്ല. കാണാൻ അവനെ പോലെ കുറെ എണ്ണം അങ്ങോട്ട് ചാടി കാണും. ഞാൻ ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അവനെ പോലെ കുറെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കാൻ അതേ മാത്രം കാണാം, വേറെ ഒന്നുമില്ല അവിടെ കാണാൻ. നിങ്ങൾ വരണമെങ്കിൽ ഡിസംബർ മാസത്തിൽ വരണം. ഡിസംബറിൽ എന്തിനു പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കണ്ടേ. ഇവ എന്തിനാണ് ഗൈസ് പറയണത് ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷിക്കുകയോ ഇവിടെ വരുമോ? ഞാൻ പറയണത് മഴ സമയത്ത് ഇവിടെ വരിക. അമ്പി അതിവിടെ അല്ലല്ല, അത് നമ്മളങ്ങ്, അത് നമ്മളെ മൈസൂരിന് മുമ്പ് എവിടെയാ പോയത്. കൊളയാട്ടങ്ങളെ ശല്യമാണ്. കൂടെ ഉള്ള ഒരു ചെറുക്കൻ പെണ്ണുങ്ങളെ കണ്ണാടിയും വെച്ച് നിക്കണ നോക്ക്. ചെറുക്ക ഇതെന്താ പെണ്ണുങ്ങളെ കണ്ണാടിയൊക്കെ വെച്ച് നീ എന്താ കാണിക്കണേ? ചെറുക്ക നീ എന്താ കാണിക്കണേ? ചെറുക്ക അവിടെ പോയിട്ട് എന്താന്ന് വിളിക്കും? എടാ ചെറുക്ക കണ്ണാടി ജിയ നീ ഹാപ്പി ബർത്ത്ഡേ. ടാക്സ് മാത്രം ഉള്ളതല്ലേ? അയ്യോ ചോദിക്കേ, ടാക്സ് മാത്രം ഉള്ളതല്ലേ? വിളി വിളി വിളിയോ വിളിയോ ജോമാനെ. എന്താ ജോമാനെ, എന്താ ജോമാനെ, എന്താ ജോമാനെ. 3 വട്ടം കേട്ട് കഴിച്ചു. എക്കോ സ്പോട്ട് എക്കോ സ്പോട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ടായ. ചെറുക്കന്മാര് പവറില്ല. എക്കോ സ്പോട്ട് അല്ല, എക്കോ സ്പോട്ട്. ആ എക്കോ സ്പോട്ടിൽ നിൽക്കുകയാണ്, വിളിക്കാൻ പോവുകയാണ്. മീവലേ എന്ന് പറഞ്ഞ ഹലോ ഗൈസ്. നിന്റെ ജിയക്ക് ഞാൻ എക്കോ ഇട്ടുതരാം. ഗൈസ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാന് വയസ്സായ ആളുകളോടെയാണ് ഈ ചെറുക്കൻ പെണ്ണുങ്ങളെ കണ്ണാടി വെച്ചിരിക്കണ്. പിന്നെ അനി എന്താ കാണിക്കുന്നത്? നിങ്ങൾക്ക് വേറൊരു വ്യൂസ് കാണിച്ചു തരാം. നമ്മള് വ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മാത്രം കാണപ്പെടുന്ന കുറെ വ്യൂസ് ഉണ്ട്. അത് നമ്മള് പ്രത്യേകിച്ച് കാണിച്ചു തരും. നമ്മൾ നീ കാണിച്ചു തരും. ചൂണ്ട് കണ്ടാ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. അവിടെ കുറെ പയ്യന്മാരൊക്കെ ഉണ്ട്. പയ്യന്മാർ നമ്മുടെ ഫോട്ടോ എടുക്കാം, ഫോട്ടോ ഷൂട്ട്സിനൊക്കെ ആളൊക്കെ ഉണ്ട്. അതേപോലെ രഞ്ജോണ്ണനുണ്ട്. രഞ്ജോണ്ണനാണെങ്കിൽ നമ്മുടെ കണ്ണാടിയൊക്കെ വെച്ച് പെൺപിള്ളേരൊക്കെ വായ നോക്കാൻ വേണ്ടി കണ്ണാടിയൊക്കെ വെച്ച് സെറ്റാണ്. ഒരാള് കുത്തിച്ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. അക്കാരെ ഇപ്പൊ എക്കോ അടിക്കുന്നു. വോട്ട് വേണ്ട ഇതൊന്നും മഞ്ഞപ്പട ഇത് മഞ്ഞപ്പട. ഓക്കെ വോട്ടേട് നമ്മളെ ടീംസ് എല്ലാം റെഡിയാണ്. ടീംസ് ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഒട്ടത്തി
ഹായ് ഗൈസ്, നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ എക്കോ സ്പോട്ടിലാണ്. എക്കോ സ്പോട്ടിൽ ഇവിടെ എന്താ കാഴ്ചയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കണേ, അവിടെയാണ് എക്കോ. ഇപ്പൊ കേൾക്കും, കേൾക്കില്ല. അതാണ് ഈ എക്കോ സ്പോട്ടിന്റെ സ്പെഷ്യലി. നമ്മൾ പറയണമെന്ന് തിരിച്ചാക്കൂല. അതാണ് എക്കോ സ്പോട്ട്. ഇവിടുത്തെ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് നല്ല ആംബിയൻസ് ആണ്. എക്കോ സ്പോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ കാണുന്ന കാഴ്ചകളെന്ന് പറയുന്നത് സാധാ രീതിയിലുള്ള കാഴ്ചകളൊന്നും അല്ല. പക്ഷെ മെയിനായിട്ട് പറയുമ്പോൾ ഇവിടെ ഒരു തേങ്ങയില്ല ഗൈസ്. അതാണ് ഇവിടുത്തെ വിഷയം. ഇതാണ് ഇതിന്റെ അവസ്ഥ. എനിക്ക് വായിക്കാറുകൂടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലങ്ങളൊക്കെ കണ്ട് നിങ്ങള് മതി മറന്നിരുന്നു. ഗൈസ്, അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി മച്ചാന്റെ നമ്മളെ ചെറുക്കന്മാര് പോവുകയാണ്. ഫോട്ടോ എടുത്ത് ഫോണിലേക്ക് അയച്ചു കൊടുക്കാം. 10 രൂപ. പ്രിന്റ് ആണെങ്കിൽ 50 രൂപ. എന്താ ചെയ്യാ, ഫോട്ടോ എടുക്കുക 10 രൂപ. ഫോട്ടോ എടുത്ത് ഫോണിലൊക്കെ അയച്ചു. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന. അടുത്ത് നമ്മൾ ഇവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് ഇടുക്കി ഡാമിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കോട്ടയം നിന്ന് മൈസൂർ, പാലക്കാട്. ഇവിടെ മാട്ടുപ്പെട്ടി മച്ചാണ്ട്. ഗായ്സ്, ഇവിടെ കുറെ നേരം കൊണ്ട് ഇവിടെ എന്തോ അലക്കുകയാണ്, എന്തോ കാര്യമായിട്ട് എന്തോ പറയണം. എന്തോന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എന്തിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. ഇവിടെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് വെള്ളം തുറന്നു വിട്ടതിന്റെ ആ ഒരു ഇത് എന്നായാലും അത് ഒരു മണമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. ഭയങ്കര സ്മെല്ലാണ്. നമുക്ക് ഇവിടെ അല്ലേ ജോമോന്റെ ജോമോനെ പോയി പൈപ്പടാടാ. പൈപ്പ് തുറന്നു വിട്ടിട്ട് നടക്കുകയാണ് അവൻ. ജോമോനെ പൈപ്പടാടാ, പോയി ടാപ്പടാടാ. ഓ എന്തിനാണ് പറ നീ പറ. കറണ്ട് കൂടാനാ ജോമോൻ? നമ്മൾ വീഡിയോ എടുത്ത ഉടനെ ജോമോൻ മുടി തൊടും. അതാണ് ജോമോന്റെ സീക്രട്ട്. ഒന്നും കൂടെ വൺസ് മോർ. ജോമോന് 4 ലൈനുണ്ട്, 3 ബെസ്റ്റ്. എന്റെടാ കാര്യം പറയണേ. ജോമോന് 4 ലൈന്, 3 ബെസ്റ്റ്. മൂന്നാറൊക്കെ കണ്ടു മടുത്ത് ഗൈസ്. ഇതൊക്കെ എന്തിനാണ് ഗൈസ്? ഇതൊക്കെ തന്നെയാണ് മൂന്നാർ. മാട്ടുപ്പെട്ടി ഡാം, കണ്ടള, എന്തൊരു കുണ്ടള ഡാം, എക്കോ സ്പോട്ട്. ഇനി അടുത്ത ഈ ബോട്ടിലൊക്കെ യാത്ര ചെയ്ത് മടുത്തു. അടുത്തെന്തിനുണ്ട്? കുതിര എൻജോയ്, കുതിര റൈഡ്. അടുത്തത് DJ നൈറ്റ്. അയ്യോ, ഇങ്ങോട്ടല്ലല്ലോ, ഇങ്ങോട്ടാണല്ലോ. DJ തുടങ്ങാറായി. എല്ലാരും വന്നിരിക്കും. പാൽ മണക്ക് കൂടത്തുള്ള ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ഡിജെക്ക് നൈറ്റ് DJ രണ്ടാമത്തെ ദിവസത്തിന്റെ അവസാന ദിവസം പൊളിക്കാണ് ഗൈസ്. ചന്തു എന്ത്
ഇവിടെ ഫുള്ളി അട്ടയാണ് ഗൈസ്. നമുക്ക് പേടിയൊക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരാളെ കാലിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഫുൾ ഓൺ ആണ്, ഫുൾ ഓൺ, ഫുൾ പവർ, ഫുൾ പവർ. കയറാൻ സമ്മതിക്കൂലായിരുന്നു.